അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എനിക്കിനി എൻ്റെ മൈ ഓൺ എക്സ്പൾസിൽ പുതിയ എക്സ്പൾസ് 210 എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഇത്ര ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നിയ ഫസ്റ്റ് ഇമ്പ്രഷനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിത്തെയും ബാക്കിത്തെയും സസ്പെൻഷനാണ്. അടിപൊളി സസ്പെൻഷനാണ്. നല്ല ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഹമ്പ് ചാടണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ജസ്റ്റ് നിന്ന് പോകാൻ പറ്റും. പിന്നെ മാത്രമല്ല പുതിയ ഇന്നോവേഷൻ ലിങ്കേജ് സസ്പെൻഷൻ. അപ്പോൾ കുറേ പേർക്ക് മുമ്പത്തെ പ്രീവിയസ് എക്സ്പൾസിൽ പഴയ എക്സ്പൾസിൻ്റെ സസ്പെൻഷനിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിനപേക്ഷിച്ച് ലിങ്കേജ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ്. ഫ്രണ്ട് സസ്പെൻഷനിൽ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ടത് നമ്മുടെ 210 എക്സോസ്റ്റ് നോട്ടാണ്. സോ അത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് ആ ഒരു നമ്മൾ റിതം ഒരു RPM കഴിഞ്ഞിട്ട് വണ്ടി കൈ കൊടുത്ത് പോകുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സൗണ്ടിൻ്റെ വ്യത്യാസമുണ്ട്. അത് അടിപൊളിയാണ്. അടുത്ത എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം വെച്ചാൽ നമ്മുടെ മീറ്റർ കൺസോളാണ്. അതായത് മീറ്റർ കൺസോളിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഡിജിറ്റലുള്ള ഒരു കൺസോളാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഡേയും നൈറ്റും കളർ ചേഞ്ച് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അതുകൂടാണ് നമുക്ക് ബ്ലൂടൂത്ത് നാവിഗേഷൻ, നമ്മുടെ GPS-ൻ്റെ മാപ്പിൻ്റെ അത്ര ഇല്ലെങ്കിലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം കാണാൻ പറ്റും. പിന്നെ മാത്രമല്ല നമുക്ക് മ്യൂസിക് കൺട്രോൾ ചെയ്യാനും മ്യൂസിക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ പുതിയ ടാങ്കിൻ്റെ കപ്പാസിറ്റിയാണ്. 1 ലിറ്റർ കൂടിയിട്ടുണ്ട്, 13 ലിറ്റർ. പിന്നെ കുറച്ച് മാസീവ് ടാങ്കാണ്. പിന്നെ മെയിനായിട്ട് അട്രാക്ഷൻ നമ്മുടെ ഈ കളർ കോഡാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന കളർ കോഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ബ്ലൂ ആൻഡ് വൈറ്റ്. എൻ്റെ പ്രീവിയസും എക്സ്പൾസാണ്. പിന്നെ നമ്മുടെ മെയിനായിട്ട് സീറ്റ് മുമ്പത്തേക്കാളും നല്ല കംഫർട്ടാണ് കേട്ടോ. കാരണം നമ്മുടെ എൻ്റെ വൈഫിനെയും കൊണ്ട് ഞാൻ പോയായിരുന്നു. സോ അവൾ പ്രീവിയസ് എക്സ്പൾസിനെ അപേക്ഷിച്ചിട്ട് അവൾക്ക് പില്യൻ കുറച്ചും കൂടി കുഷൻ അവൾ ഫീൽ ആയിട്ട് അവൾ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 100-150 കിലോമീറ്റർ ഓടിച്ചപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ബാക്കിലത്തെ ഈ ഗ്യാബ്രയിലായിക്കോട്ടെ, അതിൻ്റെ ഓപ്ഷൻസ് ആയിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ നെക്കിൾ ഗാർഡും കുറച്ചും കൂടി മുമ്പത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ വണ്ടിയുടെ പെർഫോമൻസ് ആയിക്കോട്ടെ, മുമ്പത്തെ എക്സ്പൾസിനെ അപേക്ഷിച്ച് നല്ല പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഇന്നോവേഷൻസ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലും എത്തിക്കുക. താങ്ക്